ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം എപ്പോഴും പറയുന്ന ഒന്നാണ്, ദക്ഷിണേന്ത്യയിലാണ് ഇനി നോട്ടമെന്ന്. അതിൻ്റെ ഒരു ചെറിയ ചലനമാണോ ഇപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്നത്? ദ്രാവിഡ രാഷ്ട്രീയം മാറി മറിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതെ, അവിടെ രാഷ്ട്രീയം മൂത്ത് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. അത് കേരളത്തിലാണെങ്കിലും ഉണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ് കേരളത്തിൽ ഡോമിനൻ്റ്. കേരളത്തിലെ കോൺഗ്രസിനെയും ബി.ജെ.പിനെയും വരെ നിയന്ത്രിക്കുന്ന ഐഡിയോളജി അവരറിയാതെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞപ്പോൾ നോക്കുകൂലിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആരാണ്? BMS ആണ്, INDC ആണ്. മനസ്സിലായി? അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു വയ്ക്കുന്നത്. അതേപോലെ തമിഴ്നാട്ടിലെ ഒരു പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ദ്രവീഡിയൻ രാഷ്ട്രീയമാണ്. അപ്പോൾ ദ്രവീഡിയൻ രാഷ്ട്രീയം എമേർജ് ചെയ്തിട്ട് ഇപ്പോൾ 100 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള പിള്ളേരെ സംബന്ധിച്ച് ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് വെച്ചാൽ പുതുമയൊന്നുമില്ല. മാത്രമല്ല ദ്രവീഡിയൻ രാഷ്ട്രീയം മക്കളുടെ രാഷ്ട്രീയമാണെന്ന് അവർ കണ്ടതാണ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് തന്നെ അതിനെതിരെ പ്രതിഷേധം പുതിയ ആളുകളുടെ ഇടയിലുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെ നോക്കിയാലും പുതിയ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ഈ രാഷ്ട്രീയം നോക്കിയിരിക്കാൻ സമയമില്ല, അവർ പ്രതികരിക്കാറില്ല. അവരെ മേത്തട്ടുമ്പോൾ മാത്രമേ അവർ വന്ന് ഇടപെട്ടത് മാറ്റി അങ്ങ് പോകും. അതാണ് ആ പുതിയ പിള്ളേരുടെ ഒരു സ്റ്റൈൽ. അത് രാഷ്ട്രീയം പറയാനല്ലേ ഈ പുതിയ പിള്ളേർ, അവർക്ക് താല്പര്യമില്ല. പിന്നെ ആ പാടെ ചില എന്താ മാസ് സാധനങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കുമ്പോൾ പിണറായി വിജയൻ നാടിൻ്റെ അജയൻ, മോഡിയുടെ മേരെ പ്യാരെ ദേശവാസിയും, അങ്ങനെയുള്ള ചില സാധനങ്ങൾ ശ്രദ്ധിക്കുന്നതല്ലാതെ ഈ പുതിയ പിള്ളേർക്ക് അങ്ങനെ രാഷ്ട്രീയത്തിൽ താല്പര്യമൊന്നുമില്ല. അവരെ എഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ പുതിയ പിള്ളേരെ കാര്യം അതാണ്. അപ്പോൾ അത് അവിടെ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ പുതിയ പിള്ളേരെ ഞാൻ മനസ്സിലാക്കി അവരുടെ ഒരു എൻ്റെ പല സുഹൃത്തുക്കളുണ്ട്. അവർ ബേസിക്കലി നാഷണലിസ്റ്റുകളാണ്. പഴയ പോലെ ദേശീയതയോട് അവർക്കൊരു എതിർപ്പൊന്നുമില്ല, പഴയ പോലെ ഇല്ല. അവർക്ക് ഹിന്ദി പഠിക്കാതെ ഭയങ്കര കഷ്ടമായി പോയെന്ന് വിശ്വസിക്കുന്ന പിള്ളേരാണ്. ഇവർ ഡൽഹിയിൽ പോകുമ്പോൾ നമ്മൾ മലയാളികൾ അവസാനം YTAI എന്നൊക്കെ പറഞ്ഞ് നോക്കും, ഇവർക്കിത് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ തമിഴ്നാടിൻ്റെ പുറത്ത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പിന്നെ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷ. പിന്നെ ലോകത്ത് എവിടെ പോയാലും ഇന്ത്യക്കാരുണ്ട്, പക്ഷേ ഉത്തരേന്ത്യക്കാരും ഗുജറാത്തികളായിരിക്കും. അവരുമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹിന്ദി വേണം. അപ്പം മോഡി വന്നതിന് ശേഷം എസ്പെഷ്യലി എംബസികളിലെല്ലാം തന്നെ ഹിന്ദി പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദി എപ്പോഴും നമുക്കൊരു ഏതൊരു ഭാഷ നമുക്കൊരു കൈമുതലാണ്. അപ്പോൾ അതിനൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ ദ്രവീഡിയൻ രാഷ്ട്രീയം എന്താണ്, ഉടൽ മണ്ണിക്ക് ഉയർ തമിഴ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരേണ്ട സാധനമാണെങ്കിൽ പിന്നെ മക്കൾ ഭാഗത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ആ തന്ത കഴിഞ്ഞിട്ട് മോൻ കഴിഞ്ഞിട്ട് വിവരമില്ലാത്ത പയ്യൻ, ആ രീതിയിലല്ലേ പോകുന്നത്. ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ബാക്കി തമിഴന്മാരൊക്കെ എന്താ ഇവരുടെ എന്താണ് വീട്ടുജോലിക്കാരാണ്. ഈ മുത്തച്ഛൻ തന്താരായിരുന്നു, അയാൾ തെലുങ്കനല്ലേ, അയാൾ തമിഴ്നാട്ടുകാരനാണ്. അതുപോലെ MGR ആരാണ്? മലയാളിയല്ലേ. ജയലളിത ആരാണ്? ബ്രാഹ്മൺ, ഇവിടെ അല്ലേ, ബാംഗ്ലൂർ ഏരിയല്ലേ. അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ പുതിയ പിള്ളേരുടെ ഇടയിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. അത് ചർച്ചയാകുന്ന മറികടക്കാൻ വേണ്ടി ഇവർ ഹിന്ദി സാധനവും ഈ പറയുന്നതിൻ്റെ മാതിരി വിജയിൻ്റെ സിനിമയിൽ ചില വിമർശനങ്ങളൊക്കെ നടത്താം. പക്ഷേ പലപ്പോഴും അത് പേഴ്സണലായി പോകുന്നുണ്ട്. ഈ മോഡി എന്ന് വെച്ചാൽ ധൂമകേതുവിനെ പോലെ കാണിക്കുന്ന ഒരവസ്ഥ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ പിള്ളേരെ സംബന്ധിച്ചിട്ട് അവരൊന്നും വെള്ളം കൂട്ടാതെ വീങ്ങുന്ന ആളുകളൊന്നുമല്ല. ഇനി ഇലക്ഷൻ എന്തുകൊണ്ട് BJPക്കാർക്ക് സീറ്റ് കിട്ടാതെ പോയെന്ന് വെച്ചാൽ അത് അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് BJPനെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആണ്. മാത്രമല്ല ഇവരുടെ BJPക്കെതിരെയുള്ള ഇവരുടെ നിലപാട് പോലും ബേസിക്കലി ഇവരുടെ നിലനിൽപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടുകാർക്ക് അറിയാം. കാരണം നമ്മൾ BJPനെ നിലന്തൊടാത്ത സമയത്ത് പോലും BJPക്ക് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച ആളുകളാണ് DMK-കാർ. തമിഴ്നാട്ടിൽ സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത DMK-കാരാണ്. ഇവർക്ക് എന്ത് BJP വിരുദ്ധ രാഷ്ട്രീയം? കുടുംബ രാഷ്ട്രീയമുള്ളൂ. മോഡി അമിത്ഷായും കൂടി ചവിട്ടി ഏതെങ്കിലും കേസുകൾ മാന്തി പുറത്തിട്ട് കഴിഞ്ഞാൽ അന്നപ്പം തീരും. അത് ഇവർക്കറിയാം. പിന്നെ അങ്ങനെ ചെയ്ത് സഹതാപ തരംഗം ഉണ്ടാക്കണം വിചാരിച്ചിട്ടായിരിക്കും മോഡി ചിലപ്പോൾ തൽക്കാലം അടങ്ങിയിരിക്കുന്നത്. ഈ കേസുകളൊന്നും 2G 3G ഒക്കെ ഒരുപാട് കേസ് ഉണ്ടായിരുന്നല്ലോ. അല്ലാതെ അതല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് കൊടുത്തത്. എനിക്കറിയില്ല എന്താണ് അതിന് സംഭവിച്ചതെന്നുള്ളത്. ഏതായാലും അതുമാത്രമല്ല, ഒരുപാട് കേസുകൾ വേറെ ഇവർക്കെതിരെ കൊണ്ടുവരാൻ പറ്റും. കാരണം UPA ഭരിക്കുന്ന സമയത്തും മുമ്പ് വാജ്പേയി അടിക്കുന്ന സമയത്തും ഈ DMK-യുടെ മന്ത്രിമാരുടെ ഓഫീസുകൾ വല്ലതും അഴിമതിയുടെ കേന്ദ്രങ്ങളായിരുന്നാണ് ഡൽഹിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയത് ഉത്തരേന്ത്യക്കാർ പോലും ഇവരാണ്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പിള്ളേർക്ക് അറിയാവുന്നതാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവർക്ക് അണ്ണാമലയിലെ പോലെ ഹൈപ്പുള്ള ലീഡറിനെ കിട്ടി. അണ്ണാമല IPS ഓഫീസറാണ്, അങ്ങനെ പറ്റി വേറെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അണ്ണാമല ഒരു ഹൈപ്പുള്ള സുരേഷ് ഗോപിൻ്റെ വേറെ രൂപമായിരുന്നു. സുരേഷ് ഗോപിൻ്റെ തമിഴ് വേഷനെ ഇങ്ങനെ ഷർട്ടൊക്കെ അയച്ചിട്ട് 6 പാക്ക് ഇല്ല, പക്ഷെ നല്ല കുറച്ച് ശരീരമായിരുന്നു, ജയനെ പോലെ. എന്നിട്ട് ചട്ടഭാഗം കൊണ്ട് സ്വയം അടിക്കുന്നു. അല്ല, ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നിരിക്കുകയല്ലേ. ഇയാളത്ര ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അണ്ണാമല IPS ആരൻ. അണ്ണാമലയും ബേസിക്കലി അവരുടെ നാട്ടിൽ അയാൾ ആന്ധ്ര അങ്ങനെ എന്താ കേട്ടു.
പക്ഷേ തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അയാൾക്ക്. അപ്പം അണ്ണാമല ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് BJPക്കാർ കുറച്ചുകൂടി ഒന്ന് ഈ പറയുന്ന പോലെ അവരുടെ വാക്കുന്ന് ഇവരെ പ്രകോപിക്കുന്ന സാധനങ്ങൾ, അവരുടെ ഐഡന്റിറ്റിന് തൊട്ടടിക്കുന്ന സാധനം വരാതെ നിന്നാൽ മതി. അല്ല, ഈ സഖ്യം വിജയിക്കുമോ? ഏത് സഖ്യം? അണ്ണാ DMKയുമായിട്ടുള്ള അണ്ണാ DMK ഇപ്പം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. പക്ഷെ അവർക്കൊരു ബേസ് ഉണ്ട് അവിടെ. BJPക്ക് ഇല്ലാത്തൊരു ബേസ് അവർക്കുണ്ട്. ആ ബേസ് ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ BJPക്ക് അത് ഗുണമായി മാറും. തൽക്കാലമായിട്ട് അതിനെ തിന്നുകൊണ്ട് BJPക്ക് അവിടെ വളരാൻ പറ്റും. ഇപ്പം നവീൻ പട്നായിക്കിനെ തിന്നുകൊണ്ട് ഒറീസയിൽ വളർന്ന പോലെ, അല്ലെങ്കിൽ ഇയാളെ കഴിച്ചുകൊണ്ടാണ് നിതീഷിനെ കഴിച്ചുകൊണ്ട് ബീഹാറിൽ വളരുന്ന പോലെ അവർക്ക് വളരാൻ പറ്റും. അത് സത്യമാണ്. അതുപോലെ തന്നെ ഗൗഡനെയും മോനെയും കഴിച്ചുകൊണ്ടാണ് അവിടെ വളർന്നത്. പെട്ടെന്നൊരു വളർച്ച പോസിബിളാക്കിയത് കർണാടകയിൽ. ഇതവർക്ക് പറ്റും. അത് പോസിബിളാണ്. അപ്പം അതൊരു ഗുണം ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ഒരു ഒറ്റ ശക്തിയായിട്ട് നിൽക്കാൻ ഇപ്പം പറ്റുന്നില്ല ADMK. ശശികല നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ കേട്ടിരുന്ന വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില ED പരിശോധനകൾ ശശികലയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. ജയലളിതയുടെ ഫണ്ടുകൾ ശശികലയ്ക്ക് പോയി എന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റ ശക്തിയായിട്ട് നിൽക്കാൻ, ഒരു സിംഗിൾ അമ്പർലൈൻ അണ്ടർ നിൽക്കാൻ ഇപ്പം ADMK പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ BJPക്ക് അതൊരു വലിയ അസറ്റാണ്. അല്ലെങ്കിൽ അവർക്ക് ചെറിയൊരു അസറ്റാണ്. ഒരു അലയൻസ് ഇല്ലാത്ത തൽക്കാലം BJPക്ക് അവിടെ സീറ്റുകൾ ഉണ്ടാക്കാൻ പറ്റില്ല, വോട്ട് ഷെയർ കൂട്ടാൻ പറ്റും. അലയൻസ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് എന്നുള്ളത്. പിന്നെ അവിടെയുള്ള സ്റ്റാലിൻ ചെയ്യുന്ന കാര്യം, സ്റ്റാലിൻ ഇതിനെല്ലാം മറികടക്കാൻ തീവ്ര ദ്രവീഡിയൻ വാദം ഉയർത്തിക്കൊണ്ടാണുള്ളതാണ്. ഇതങ്ങേരുടെ അപ്പൂപ്പൻ തന്നെ ഒഴിവാക്കിയതാണ്. ദേശീയതയ്ക്ക് നമ്മൾ എതിരല്ലാന്ന് അണ്ണാദുരൈ പറഞ്ഞിട്ട് അതേ ലൈൻ തന്നെയാണ് കരുണാനിധി എടുത്തിട്ടുള്ളത്. അല്ലാതെ പെരിയാറാണ് ദേശീയതയ്ക്കൊക്കെ എതിരെ നിന്നിട്ടുള്ളത്. പിന്നെ ബേസിക്കലി ഞങ്ങൾ ഹിന്ദുക്കൾ കൂടുതലുള്ളൊരു പാർട്ടിയാണെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അനുയായികൾ നല്ലൊരു പങ്ക് ഹിന്ദുക്കളാണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവിടെ BJP മുമ്പില്ലാത്ത വിധം അവിടെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് മുമ്പുള്ള പെരിയാറിൻ്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി ആൻറ്റി ഹിന്ദി സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി. അങ്ങനെ BJPക്കാർ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുകയോ പറയുകയും ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് സഹതാപതരം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം. അതിൻ്റെ ഭാഗമാണ് തമിഴ്നാട് സ്വന്തം രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ ബന്ധം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അയാളെ മോനെ വേറെ സിനിമയുടെ പയ്യൻ ഉണ്ടായിരുന്നല്ലോ, ഉപമുഖ്യമന്ത്രി. അപ്പം ദയാനിധി, അപ്പം ഉദയനിധിയെ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ചാൽ വിചാരിക്കുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ഇപ്പോൾ അവിടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പുതിയ ചർച്ചകൾക്ക് നല്ല വളർച്ചയുള്ളൊരു പ്രദേശമാണ്. അപ്പം ഇതെല്ലാം ഇവന് മറ്റേ കോൺവെൻറ്റ് സ്കൂളാന്നൊക്കെ പഠിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒന്ന് ഇളക്കിയിട്ട് അവരുടെ കൂടി സപ്പോർട്ട് നേടുക. ഇങ്ങനെയൊക്കെയാണുള്ള ഈ എന്താ പറയുക ചളി പരിപാടികളുമായിട്ടാണ്, പെറ്റി പൊളിറ്റിക്സുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ശക്തി എന്താണ് അവർക്ക് മനസ്സിലായിട്ടില്ല. മാത്രമല്ല തമിഴ്നാട്ടിൽ തന്നെ ആ പാർട്ടീൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഈ കുടുംബവാഴ്ചക്കെതിരെ പലരും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ പ്രതികരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈവിട്ട കളിയിലേക്കാണ് സ്റ്റാലിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈവിട്ട കളി എന്ന് വെച്ചാൽ അവർക്ക് തന്നെ നഷ്ടമുണ്ടോ. ഈ തമിഴ്നാട്ടിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സൗജന്യ പെരുമഴ കൂടുതലാണ്. അവിടെയാണ് അതിൻ്റെ ഒരു തുടക്കവും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതിയ കുട്ടികളുടെ ഒരു കാലം വന്നപ്പോൾ ഇതിനകത്തൊക്കെ പല മാറ്റം വരാം. അപ്പോൾ ആ സൗജന്യ പെരുമഴയിലൊന്നും ഇനി വീഴാൻ പോകും എന്ന് തോന്നുന്നു. സൗജന്യങ്ങൾ ആരാണ് ഇഷ്ടം? സൗജന്യങ്ങൾ തമിഴ്നാട് കൊടുത്തുകൊണ്ട് അതിനെ പുച്ഛിച്ച ആളുകളാണ് മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഏറ്റവും കൂടുതൽ സൗജന്യങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടിയ കമ്മ്യൂണിസ്റ്റുകാർക്കല്ലേ. സൗജന്യങ്ങൾ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? പ്രത്യേക പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ എന്താ കിട്ടിക്കൊണ്ടിരിക്കുക നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് സൗജന്യങ്ങളുടെ പൊളിറ്റിക്സ് സ്വാധീനിക്കും. പക്ഷേ അത് പിന്നെ ചിലപ്പോൾ ഒരു ഘട്ടമെത്തുമ്പോൾ സൗജന്യങ്ങൾ മേടിച്ച് തിരിച്ച് വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആളുകൾ മാറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ പക്ഷേ ഇത് വന്നതിന് ശേഷം രാഷ്ട്രീയം അത് മനസ്സിലാവുള്ളൂ. വിജയ് അവിടെയാണ് സ്കോർ ചെയ്യാൻ നോക്കുന്നത്. വിജയ് പറയുന്നത് പിള്ളേരോട് വന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പോകണം, കാശ് മേടിച്ചിട്ട് വോട്ട് ചെയ്യരുത്. പക്ഷെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഇവന്മാർ ഇത്രയും കാലം ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഒരു 500 രൂപയെങ്കിലും നമുക്ക് കിട്ടണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നത്. 500 രൂപ തരാൻ മനസ്സ് കാണിക്കുന്നതിന് അവർ വോട്ട് ചെയ്യും. അത് കാണിക്കാതെ അതും കൂടി പോക്കറ്റ് വെക്കുന്നതിന് അവർ വോട്ട് ചെയ്യില്ല. ഇതൊക്കെയാണ് ജനങ്ങൾ ചിന്ത. ജനങ്ങളും അത്ര എന്താ പറയുക, അത്ര ഈ പറയുന്ന നിഷ്കളങ്കരൊന്നല്ല. തമിഴന്മാർ പാവങ്ങളാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് വെച്ചാൽ അവർക്ക് 500 രൂപ അവരുടെ ജീവിതത്തിൽ വലിയ കാര്യമാണ്.
അത് ഏതെങ്കിലും അവർ നേരെ അവരുടെ പോക്കറ്റിലെത്തും. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പലരും കാശ് മേടിക്കുന്നുണ്ട്, പക്ഷെ അത് ഏതെങ്കിലും ലീഡറുടെ പോക്കറ്റിലാണ് എത്തുന്നത്. അത് താഴോട്ട് പലപ്പോഴും പെർക്കുലേറ്റ് ചെയ്യാറുള്ളത്. തമിഴ്നാട്ടിൽ ഞാൻ കേട്ടത് 500 രൂപയും ബിരിയാണിയും ഒരു കുപ്പിയും കൊടുക്കുന്നുള്ളത്. സ്ത്രീകളാണ് 500 രൂപയും സാരിയും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ള ഫ്രീബീസ് വേറെ ഉണ്ട്. ഇതിന് പുറമെയാണ് ഒഫീഷ്യൽ ഫ്രീബീസ്. അപ്പോൾ ഫ്രീബീസ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അപ്പോൾ അതിനെ മറികടക്കാൻ മോഡി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റും. മോഡി ഇതിലും വലിയ ഫ്രീബീസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം വീടുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ സെൻറ്ററിന് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഹൈജാക്ക് ചെയ്ത് അവരാണ് കൊടുത്തതെന്ന് പറയാൻ പറ്റും. അതിനെ മറികടക്കണമെങ്കിൽ ഈ ന്യൂ മീഡിയയിലൊക്കെ BJP സജീവമാണ്. എങ്കിലും കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് BJP തമിഴ്നാട്ടിൽ നേടേണ്ടതായിട്ടുണ്ട്. എങ്കിലാണ് അവരുടെ പ്രചാരണങ്ങൾ എത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.